മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ 2-4 ദിനമാ കണ്ണാ. രാമ, നമ്മുടെ കാറിന്റെ വണ്ടി സർവീസിന് കൊടുത്തേക്കുവാ, ഇതുവരെ കിട്ടിയിട്ടില്ല. ചേട്ടന് ജോലിക്ക് പോണ്ടതാന്നറിയില്ലേ? BMW കാറല്ലേ കൊച്ചമ്മേ, സർവീസിന് കുറച്ച് സമയം വേണമെന്നവർ പറഞ്ഞു. BMW കമ്പനിയല്ലേ, അവർക്ക് കുറച്ച് തിരക്കുണ്ടാവും. സർവീസ് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബസ്സിൽ പൊക്കോളാം. രാമ, വരൂ. രാമ, ഇന്ന് പറമ്പിൽ തേങ്ങാടാൻ ആളുണ്ടല്ലോ. പറമ്പിൽ ആളുണ്ട്. പാവലിന് കയറി വരിയാൻ പാടത്ത് പോണം. എന്നാ പാടത്തേക്ക് പൊയ്ക്കോളൂ. ആയിക്കോട്ടെ. രാമ, രാമ, ഇതെന്താ സാറേ? ഇതിരിക്കട്ടെ. വേണ്ടായിരുന്നു. അല്ല, അമ്മ പറഞ്ഞിരുന്നു രാമന് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ടെന്ന്. സാറങ്ങോട്ട് പോകണ്ട. എന്ത് പറ്റി? എന്താ ആളുകളെല്ലാം പുറത്തേക്കുന്നത്? അവൻ്റെ അടുത്തൊന്നും പോകണ്ട സാറേ, വെള്ള കേസാണ്. എന്താണ് സാർ ഇങ്ങോട്ട് മാറി സാറേ. എനിക്ക് പോകാൻ നോക്കണം. നീ പറഞ്ഞോട്ട് അയ്യോ, സാറിനത് എന്തിന്റെ കേടാണ് സാറേ? ഇമാരൊക്കെ വെറും ചാത്തനൊക്കെ അടിച്ചിട്ട് ഇറങ്ങിക്കോളും. നാട്ടുകാർക്ക് സാറേ എന്താ വെച്ചിട്ടുണ്ട് സാറേ. ഈ കാശിന് കള്ളു കുടിക്കരുത് കേട്ടോ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം സാർ. വേണ്ട, ഞാൻ നടന്നു. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, നോക്കി പോട്ടെ സാർ. നീ എവിടാ? നിനക്ക് എത്ര വിശ്വാസമില്ലേ? നീ ഇന്നലെ നൈറ്റ് ഓൺലൈൻ ഉണ്ടായിരുന്നല്ലോ. എടി, ഞാൻ കമ്പനിയുടെ കോൺഫറൻസ് കോളിലായിരുന്നു. മാങ്ങാത്തോലി, എന്ത് കോൺഫറൻസ്? സത്യം പറ, നീ ഇപ്പൊ എവിടാ? ഓഫീസില്.
എന്നെ പറ്റിക്കാൻ നോക്കണ്ട. വീഡിയോ കോളിൽ വാ. എന്തിന് വീഡിയോ കോളിൽ വരാൻ. വീഡിയോ കോളൊന്നും വരാൻ പറ്റില്ല. നീ വെച്ചിട്ട് പോയ അവിടുന്ന്. ഓരോരുത്തന്മാരെ വിളിച്ചോളൂ എൻ്റെ ബെൻസിന് വേണ്ടിയിട്ട്. എടാ കട്ടി. അമ്മച്ചേ എന്റെ പണി കഴിഞ്ഞില്ലേടാ? അമ്മച്ചേ ഓ, ഈ കാലമാടൻ എണീറ്റല്ലോ. തള്ളേ ചായ തള്ളേ പോങ്ങോട്ട്. എടാ പട്ടി, നീ എന്നെ ഉണ്ടാക്കാൻ വരരുതട്ടോ. നിന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു തരാം ചായ. ചായ അവന്റെ വല്ലവന്റെ വണ്ടി ഷാപ്പിൽ കൊട്ടി പണയം വെച്ച് കള്ളും കുടിച്ചു കിടക്കണ തേണ്ടി. ഇപ്പൊ വരും അങ്ങാര്. മീനെ നിന്നെയോർത്ത് കാത്തിരുന്ന് നാട്ടുകാരി. BMW കമ്പനിയല്ലേ, അവർക്ക് കുറച്ച് തിരക്കുണ്ടാവും. ചുമ്മാ ഇരിടാ. എന്താണ് ഇത്ര ചിരിക്കാൻ? എന്തൊരു ശാന്ത പൊണ്ണ, ഇന്നലത്തെ കെട്ടിറങ്ങിയില്ലേ? എന്തോ മാട്ട സാധനങ്ങൾ ചെയ്തു. ഇവിടെ ആരെങ്കിലും തുണിയില്ലാ നിക്കണ? അയാളെങ്കിൽ പോടാ. നീ ഒത്താ എന്നതിന്റെ വിചാരം ശാന്തപ്പാ. മുതലാളിയാ നീ ഓടരുത്, നീ ഓടരുത്. ഞാൻ കൊണ്ടുവരാൻ മുതലാളി, ഞാൻ കൊണ്ടുവരാനേ. കൊണ്ടുവരൂ. മുതലാളിയേ, മുതലാളി. ആ മുതലാളി, പലിശ വേണ്ടേ? ഏതോ പറഞ്ഞത് മോട്ടിക്കാൻ ഇറങ്ങിക്കോ കാലമാണ്. ഛേ, പലിശ മേടിച്ചോണ്ട് പോവാ മാഷേ. നിക്കണവിടെ. എടാ എടാ നിക്കാൻ. ആച്ചുവേ, എന്നെ രക്ഷപ്പെടുത്താ. കാലമാണ് എന്നെ കൊല്ലൂടാ. നിക്കണ പട്ടി. മുതലാളിയുടെ ഒരു കട്ടപ്പാടേ വീണ്ടും ദേ ഓടിച്ച് എന്റെ മുറ്റത്തേക്ക് എന്നെ കൊണ്ടുവന്നേക്കണം. മുതലാളിയേ, ശാന്തപ്പെടനെ പിടിക്കാൻ സഹായിക്കണ. ഒരു കൈ സഹായിക്കുന്നേ. 500 രൂപ തരുവാണെങ്കിൽ സഹായിക്കും. 200 രൂപ തരാം. ഓ എന്നാ പുള്ളി എന്നെ ഓടിക്കട്ട്. ഇപ്പൊ ശരിയാക്കി തരാടാ. പിടി ഇവിടെ തള്ളേ. എനിക്ക് 100 രൂപ തന്നാ മതി. അടി നമുക്ക് പോവാം. തൊള്ള സമ്മതിക്കില്ല. രാമ രാമേന്ദ്ര
നീ അവനെ വിട്ടേ. ഇല്ല മാഷേ, ഇന്നും എന്റെ അവസാനം. രാമ, മാഷൊന്ന് മാറിക്ക് മാഷേ. രാമേന്ദ്ര, നീ ഒന്ന് ശാന്തനാക്. ആര്? ഈ തെണ്ടിയെ പോലെയോ? എടാ, ആ ശാന്തനല്ല, നീ ഒന്ന് അടങ്ങാൻ. എടാ, ഏത് കാര്യത്തിനും നമുക്കൊരു വഴി ഉണ്ടാക്കാന്ന്. എന്ത് പറഞ്ഞാലും നടക്കില്ല മാഷേ. എനിക്ക് എന്റെ വണ്ടി കിട്ടണം. എന്റെ കാലെ കെട്ടി വീണ് കരഞ്ഞിട്ടാ ഞാൻ ആ തെണ്ടിക്ക് എന്റെ വണ്ടി കൊടുത്തത്. അല്ല മാഷേ, പാച്ചുവിനെ മുതലാളിക്ക് പേടിയാ. ആ തേങ്ങാക്കളണോ? മാച്ചു ആ തെണ്ടി കൂടി വണ്ടി പണയം വെച്ചേക്കാം മാഷേ. പോട്ടെ, വിട്. അല്ല, നിനക്ക് എത്ര രൂപ തരാം? 2500 രൂപ. 2500 രൂപയല്ലോ. അതിന്റെ പലിശ കിട്ടും. അത് ഞാൻ തരും. ഈ മാസം തരും 2500 രൂപ. ഇതെന്താ മാഷേ? ബാക്കി എവിടെ? എടാ, ബാക്കി തരാൻ ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? എടാ, എന്റെ പെൻഷൻ കിട്ടുമ്പോ ഞാൻ തരാന്നേ. നീ ഇപ്പൊ പോക്കോ. ടാറ്റാ. മുതലാളിയേ, എന്റെ 100 തന്നിട്ട് പോ. ഒന്ന് പോകല്ലേ അവിടുന്ന്. എന്റെ പൈസ തന്നിട്ട് പോടാ. നീ ഒന്നും ഒരു കാലത്ത് ഗുണം പിടിക്കൂലടാ. എന്താണ് അതെവാ, നീ വന്നേ. ഇങ്ങി വരാൻ. സത്യം പറയടാ, നീ വണ്ടി എന്നാ കാണിച്ചേ? എന്റെ കൂട്ടുകാരൻ അവൻ കൊണ്ടുവരാ മാഷേ. തേങ്ങാക്കൊല. മോനെ ശാന്തപ്പാ, നീ ഇങ്ങനെ ആയതെന്താന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം നീ വളർന്ന ചുറ്റുപാടും സാഹചര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മോനെ, ജീവിതം എന്ന് പറയുന്നത് ഒരു കുമിള പോലെയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ പൊട്ടിപ്പോവും. അതിപ്പോ നിന്റെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും. ആദ്യം നീ നിന്റെ ഭാര്യയും പിള്ളേരും പോയി വിളിച്ചോണ്ട് പോവാ. എന്നിട്ട് ആ കുട്ടികളെ സ്കൂളിൽ വിടാൻ നോക്ക്. അതിന് അവളല്ലേ പിള്ളേരെയും വിളിച്ചോണ്ട് പോയത് മാഷേ. നീ ഇങ്ങനെ വെള്ളമടിച്ച് കിടന്ന് വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവളെങ്ങനെ പോകാതിരിക്കോടാ? ആദ്യം നീ നിന്റെ ഈ വെള്ളമടി ഒന്ന് നിർത്ത്. പിന്നെ നിന്റെ അമ്മയുടെ കാര്യം അതുകൊണ്ട്. അതെനിക്കറിയാം മാഷേ. അതിനൊരുപാട് പണം വേണം. അതുണ്ടാക്കണമെങ്കിൽ നല്ല പഠിപ്പ് വേണം. നല്ല അപ്പനും അമ്മയും വേണം മാഷേ. സാരമില്ലടാ, നീ നന്നാകുമ്പോ എല്ലാം ശരിയാവും. മാഷേ, ഞാനൊന്നും കഴിച്ചിട്ടില്ല. പൈസ വല്ലതും ഉണ്ടോ മാഷേ? നീ ഇതുകൊണ്ട് പോയി കണ്ടുപിടിച്ച് കളയരുത് കേട്ടോ. ചതപ്പാ, നീ വന്നേ. എന്താ മാഷേ? ഞാൻ നന്നായിക്കോളാന്നേ. അതല്ലടാ, സത്യം പറഞ്ഞ രാവിലെ നിന്നെ കാണാനാ ഞാൻ വന്നേ. അപ്പൊ നീ വേറൊരു അപകടത്തിൽപ്പെട്ട് നിൽക്കുക. ആ പലിശക്കാരൻ രാമന്റെ ഞാൻ നിന്നെ രക്ഷിച്ചല്ലോ. അതിന് ഒരുപാട് നന്ദിയുണ്ട് മാഷേ. നീ എന്നെ ഒന്ന് രക്ഷിക്കണം. ഞാൻ വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുക. അതുകൊണ്ടാ നിന്നെ കാണാൻ ഞാൻ രാവിലെ എന്നെ ഇറങ്ങിയത്. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഇനി എന്നെ രക്ഷിക്കാൻ പറ്റൂ. ഞാനോ? നിന്റെ പേര് നീ ഇതാരോടും പറയരുതേ. മാഷെ, കാര്യം പറ. നിന്റെ കൈ ഫോണുണ്ടോ? അതിൽ വാട്സപ്പ് ഉണ്ടോ? കാണും. രക്ഷപ്പെട്ടു. ഞാൻ പേടിച്ചിരിക്കുവായിരുന്നു. നിനക്കിതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലല്ലോ. എന്താ പ്രശ്നം മാഷേ? നീ ഇതാരോടെങ്കിലും പറഞ്ഞാൽ എന്റെ മാനം പോവും. ഈ കായലിൽ ചാടി ചാകും ഞാൻ. മാഷിത് എന്തൊക്കെയാ പറയുന്നേ? ഇനിയെങ്കിലും കാര്യം പറയാം മാഷേ. എന്റെ ഫോൺ പോക്കി. എന്റെ ഭാര്യ ടീച്ചറമ്മയാ? അതിനെന്താ കുഴപ്പം? എടാ പൊട്ട, കുഴപ്പമുണ്ട്. നിനക്കാ ശാന്ത അറിയോ? ആ ഗംഗാധരന്റെ ഭാര്യ. ഏത്? നമ്മുടെ പാച്ചുവിന്റെ അമ്മയ്യാ? ശാന്ത എനിക്ക് ചില മെസ്സേജുകളൊക്കെ വാട്സപ്പിൽ അയക്കാറുണ്ട്. എന്നിട്ട് എന്തു പറയാനാ? നിന്റെ ടീച്ചർ അമ്മ പൊക്കി. പിന്നെ ഞാൻ സേവ് ചെയ്ത പേര് നിന്റെ ആണെന്നാ ഞാൻ അവളോട് പറഞ്ഞേക്കുന്നേ. അതങ്ങനെ ശരിയാവും. നീ ശാന്തപ്പനാണല്ലോ. ഞാൻ നിന്നെ ശാന്തയെന്നാ വിളിക്കുന്നതെന്നാ അവളോട് പറഞ്ഞേക്കുന്നേ. അതൊക്കെ ഓക്കെ. പക്ഷെ മാഷേ, നിങ്ങളുടെ മറ്റേ തരത്തിലുള്ള മെസ്സേജ് ഒക്കെ അല്ലേ? നീ എന്നെ കുറ്റപ്പെടുത്തരുത്. കള്ളു കുടിച്ചാ പിന്നെ നിനക്ക് ഇത്തിരി ശ്രേണഭാവം കൂടുതലാണെന്നാ ഞാൻ അവളോട് പറഞ്ഞേക്കുന്നേ. എന്ന് വെച്ചാ നീ ഒരു പെണ്ണിനെ പോലെയാണെന്ന്. അയ്യേ, എന്തോ മാഷേ? നീ ഇനി ഒന്നും പറയരുത്.
എന്നെ രക്ഷിക്കണം. ഇതൊക്കെ വല്ലാത്ത കഷ്ടമാണ് മാഷെ. എടാ, രാമചന്ദ്രന്റെ ഓട്ടോ, അതിന്റെ പലിശ എല്ലാം ഞാൻ ഏറ്റതാ. നീ ഇനി ഒന്നും ആലോചിക്കണ്ട. ടീച്ചറമ്മ നിന്റെ അടുത്ത് വന്ന് സത്യം തെളിയിക്കാൻ വരും. നീ എന്നെ വിട്ടുകൊടുക്കില്ലടാ മോനെ. ശാന്തപ്പ മോനെ, നീ എനിക്ക് നാണക്കേടുണ്ടാക്കൂടാ. മക്കളെ മറക്കല്ലേടാ. ശാന്തപ്പൻ അങ്ങനെ ശാന്തയായി. മാഷേ, എന്താടാ? ദേ ടീച്ചറമ്മ വരുന്നേ. അമ്മേ, നിന്റെ കയ്യിലാടാ എന്റെ ജീവൻ. പൊട്ടിച്ച് കളയല്ലേടാ. കടലോരം കാത്തു മലയോരവും, മലയോരം മനസ്സ് കടലോരവും. എന്താണോ മനുഷ്യനില്ലാത്തത് അതേക്കുറിച്ചുള്ള ആഗ്രഹവും സ്വപ്നം കാണലും, പിന്നെ അതിനായി പാരാകെയുള്ളൊരു ഓട്ടം. എന്താ അല്ലേ? അതിദുഃഖം ബാലിശമോക്ഷങ്ങളതായും വന്നതിലേശം